നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദ് വരാന്ന് പറഞ്ഞു സാർ. ആ, പ്രസാദ് വരട്ടെ, ഞാൻ സംസാരിക്കാം. സർ. പ്രസാദ് വളരെ വേഗം എത്തിയല്ലോ. ഞാനിവിടെ അടുത്തുണ്ടായിരുന്നു സർ. എന്താ സാർ വിളിച്ചത്? പ്രസാദ്, ഇന്ന് എൻ്റെ ഭാര്യയുടെ ആണ്ടുബലി ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഓ, മരണം നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു. പക്ഷേ ബലികർമ്മങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആ ചടങ്ങുകളൊക്കെ മുടങ്ങിപ്പോയത്. ഇപ്പൊ ഇത് ഈ ബലികർമ്മങ്ങൾക്കിടയിലും ചെറിയ ചെറിയ അപശകുനങ്ങൾ. പരിഹാരമായി ഒരു അന്നദാന ചടങ്ങ് നടത്തണമെന്നാണ് തിരുമേനി പറയുന്നത്. അതിനുവേണ്ട ഏർപ്പാടുകൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരണം, അത്യാവശ്യമാണ്. അയ്യോ സാർ, ഞാനും ഫാമിലിയായി ഇതുപോലൊരു ചടങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അതിന്റെ തിരക്കിലാണ് ഇപ്പോഴും. അതുമല്ല, ഇന്ന് വേറെ ചില വർക്കുകൾ വന്നതുപോലും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്നദാനത്തിന് എന്ത് ചെയ്യാനാണ് സാർ? പ്ലീസ് പ്രസാദ്, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വിചാരിച്ച ഇത് നടക്കും. നിങ്ങൾക്കറിയാലോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ലെന്നതാ ജ്യോത്സ്യന്മാർ പറയുന്നത്. ഇന്നിതാ ഞാനത് ചെയ്യുന്നു. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ ഇതുകൂടി ഒന്ന് ചെയ്തു തന്നാൽ പുണ്യം കിട്ടും. എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷവും. പ്രസാദേ, നിങ്ങളെ ഇദ്ദേഹം ഒരു അനുജനെ പോലെയാ കാണുന്നത്. സാറിന്റെ ഭാര്യയെ സ്വന്തം ജ്യേഷ്ഠത്തെയായി കണ്ട് ഈ അന്നദാനം ഒന്ന് നടത്തി കൊടുക്കണം പ്ലീസ്. ശരി സാർ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. സ്റ്റാഫുകളെ വിളിച്ചു പറഞ്ഞ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. താങ്ക് യു പ്രസാദ്. യു ആർ റിയലി ലൈക്ക് മൈ ബ്രദർ. ശരി, ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നോക്കട്ടെ. പ്രസാദ്, ഒരു മിനിറ്റ്. നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠത്തിക്ക് പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. അവൾക്ക് വേണ്ടിയല്ലേ ഈ അന്നദാന ചടങ്ങ് നടത്താൻ പോകുന്നത്. പുഷ്പം അർപ്പിച്ചോളൂ. ശരി സാർ. ഇനി ബലിപിണ്ട സമർപ്പണമാണ്. പിണ്ടം എടുത്തോളൂ. ജലത്തിൽ സമർപ്പിക്കണം. അതിനായി പോകാം. എടുത്തല്ലോ. പോകാം. പോകാം. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഇതെല്ലാം എടുത്തു വെക്കും. ശരി ചേച്ചി, വാ. ഇവരിപ്പോ അങ്ങോട്ട് പോയ മേഘനാഥിന്റെ കണ്ണിപ്പെടുവല്ലോ ഭഗവാനെ, ചതിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.